52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. കൊല്ലം നീണ്ടകര പാലത്തിന്റെ സ്നാപ്പുകളെ ബന്ധിച്ച് ചങ്ങലയിട്ടതോടെ സംസ്ഥാനത്ത് നിരോധനം നടപ്പിലായി. പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമാണ് നിരോധന കാലയളവിൽ കടലിൽ പോകാൻ അനുമതി. എസ് വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, ഈ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. വിശദാംശങ്ങൾ. ആര്യ, ഈ ഉപരിതല മത്സ്യങ്ങളുടെയും അതുപോലെ തന്നെ ഈ ആഴക്കടൽ മത്സ്യങ്ങളുടെയും എല്ലാം പ്രജനനകാലമാണല്ലോ ഇപ്പോൾ. ഈ സമയത്ത് കടലിന്റെ അടുത്തിളകാതിരിക്കാൻ വേണ്ടിയാണ് ട്രോളിംഗ് എന്ന മത്സ്യബന്ധന രീതി പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. 52 ദിവസമാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം നീണ്ടകര പാലത്തിന്റെ സ്പാനുകളെ ബന്ധിപ്പിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ചങ്ങല ഇട്ടതോടെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12 മണിയോട് കൂടിയാണ് ഈ ചങ്ങലകൾ ഇട്ടത്. ഇതോടുകൂടി തന്നെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ച സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമാണ് ഈ നിരോധന കാലയളവിൽ കടലിൽ പോയി മത്സ്യബന്ധനം നടത്താനുള്ള അനുമതിയുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന വള്ളങ്ങൾ ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മെറൈൻ എൻഫോഴ്സ്മെന്റും ഫിഷറീസ് വകുപ്പും ചേർന്നാണ് ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി തന്നെ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം 3700-ൽ പരം ട്രോളിംഗ് ബോട്ടുകളാണ് കഴിഞ്ഞ ദിവസം തന്നെ തീരത്ത് അണഞ്ഞതും അതുപോലെ തന്നെ കടലിൽ പോകാതെ ഇപ്പോൾ തീരത്തേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. 52 ദിവസത്തോളമുള്ള ട്രോളിംഗ് നിരോധനമാണ് ശരിക്കും ഈ മത്സ്യത്തൊഴിലാളികളെ അക്ഷരാർത്ഥത്തിൽ ഇതൊരു ദുരിതത്തിലാക്കിയ ഒരു സാഹചര്യമാണ് ആര്യ ഉള്ളത്. ഈ നമുക്കറിയാം, ചരക്ക് കപ്പൽ അപകടം നടന്നു, അതുപോലെ തന്നെ ഈ കാലവർഷ കെടുതികൾ സംഭവിക്കുന്നു. അങ്ങനെ ഇതെല്ലാം തുടരെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം ഈ മത്സ്യബന്ധന മേഖലയെ കാര്യമായി ബാധിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ട്രോളിംഗ് നിരോധനവും കൂടി വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കാര്യം വലിയൊരു ദുരിതത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് 6 കിലോ അരി സൗജന്യമായി നൽകാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആര്യ. യെസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. വിനീഷ് സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഈ കാലവർഷം അത് പ്രതികൂലമായി ബാധിച്ചു മത്സ്യബന്ധനത്തെ. അതോടൊപ്പം ഈ കേരള തീരത്തിന് സമീപമുണ്ടായ കപ്പൽ അപകടം അത് വലിയ രീതിയിൽ പ്രതികൂലമായി മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചു. അതിനിടയിലാണ് ഈ ട്രോളിംഗ് നിരോധനം കൂടി വന്നത് എന്നുള്ളത് അവരുടെ ദുരിതം ഇരട്ടിയാക്കുകയാണ്. എന്തായാലും സർക്കാർ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. 6 കിലോ അരി വീതം ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബത്തിനും നൽകുമെന്നുള്ളതാണ്. ഈ ദുരിതഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ്. എന്തായാലും എന്നിരുന്നാൽ പോലും അവർക്കുണ്ടാവുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നഷ്ടം അത് നികത്താനാകില്ല. അത് അത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്. എന്തായാലും 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് ഇപ്പോൾ പ്രാബല്യത്തിലായിട്ടുള്ളത് കേരള തീരത്ത്.